ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇത് പണിമുടക്ക് ദിവസം, അതായത് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേറ്റപ്പോൾ 7 മണിയായി. അപ്പോൾ തലേ ദിവസം അപ്പത്തിനോ ഇഡ്ഡലിക്കോ ഒന്നും തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് പുട്ടായതുകൊണ്ട് ഇന്നും പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ഓടിക്കും. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പാലപ്പപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കലക്കി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കും. എന്നിട്ടത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു ഒറ്റ കറക്ക്, എന്നിട്ടതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അതേ മാവൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി പാത്രത്തിലേക്ക് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ബാക്കി എല്ലാ പണി ഒതുങ്ങുമ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരുവേ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളമാണ് ഈ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. അപ്പോൾ അതേ വെള്ളം നിറച്ചിട്ട് ഗ്യാസിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അതേ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് കുക്കറിലേക്ക് വയ്ക്കുക കേട്ടോ. എന്നിട്ട് മുട്ടക്കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതേ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിന് പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് കറിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് സാമ്പാറും കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് മുറത്തിലേക്ക് വെച്ചു. ഇതെല്ലാം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അരിയും കൂടെ അങ്ങ് കഴുകിയിട്ടു. അപ്പോഴത്തേനും നമ്മുടെ മുട്ടയും വെന്ത് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഇനി മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു 2-3 വിസിലാകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതും എളുപ്പമായി, ഒരുപാട് നേരം വഴറ്റി ഇന്ന് സമയം കളയൊന്നും വേണ്ട. അപ്പോൾ ദേ നമ്മുടെ മുട്ടക്കറിയുടെയൊക്കെയുള്ള സവാളയും തക്കാളിയൊക്കെ റെഡിയായി വന്നപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് മസാലയിലേക്ക് ഇട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് മുട്ടയും എടുത്തിടും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുക്കറിൽ സാമ്പാറിന് വേണ്ട പരിപ്പാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ മുട്ടക്കറിയിലേക്കുള്ളത് മുട്ടയും ഇട്ടു. ഇനി ഇതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അതേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേനും സമയം ഏകദേശം 8 മണിയായിട്ട്. അപ്പം നമ്മുടെ മാവ് കലക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. മാവ് ദേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഉണ്ടാക്കണം അപ്പം നല്ല സോഫ്റ്റ് അപ്പമാണ്, നല്ല രുചിയാട്ടോ. അപ്പോൾ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുത്ത സമയത്ത് നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഈ സാമ്പാറിൽ വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് വെച്ചിട്ട് പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത്. അതാകുമ്പോൾ വെണ്ടയ്ക്ക കലങ്ങി പോകത്തില്ല കേട്ടോ. അതെ, അതാണ് ഈ കാണുന്നത് കേട്ടോ വെണ്ടയ്ക്ക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വേവാൻ വെച്ചു. കോവയ്ക്ക അരിഞ്ഞു വെച്ചു. അന്നേരത്തേനും ഒരാൾ ചായക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കണം. സാമ്പാറിന് വേണ്ട കടുകൊക്കെ വറുത്തിട്ടു. ഇതിനിടയ്ക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു, ചായയും തിളച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കൊടുക്കുന്നതിന് മുമ്പ് കോവയ്ക്കയും കൂടെ അടുപ്പത്തേക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും വീട്ടിൽ നിന്ന് അമ്മയുടെ കോള് വന്നു, വീട്ടിലേക്ക് വായു എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചായ വേഗം കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ചായയും എടുത്തുകൊണ്ടേ കൊടുക്കുവാണേ. എൻ്റെ വീട്ടിട്ട് പോകണമെങ്കിൽ പിന്നെ വണ്ടിയും വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഞങ്ങൾ അടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ദേ ഞാൻ വാതിൽ തുറക്കുമ്പോൾ ഞങ്ങളുടെ ഏതുക്കുട്ടൻ്റെ അകത്തിരുന്ന് TV കാണുന്നുണ്ട്. ഞാൻ വന്നെന്ന് ആളെ വിളിച്ച് പറയണമുണ്ട് കേട്ടോ. കളിക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഫുൾ ടൈം പറമ്പിൽ തന്നെയായിരിക്കും, വാഴയ്ക്ക് തടമെടുക്കാനും കൊല വെട്ടാനും ക്ലീനിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ അമ്മ എന്നെ വിളിച്ച് എന്തിനാന്ന് വെച്ചാൽ അവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നു വിടാനാണ്. അപ്പോൾ ചിക്കൻ കറിയും കൂണും ഒക്കെ തന്നു വിട്ടു. അപ്പോൾ അതൊക്കെയായിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഒരാൾ ചായ കുടിക്കാൻ അവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ എന്നാൽ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ആൾ മീറ്റിങ്ങിന് കയറാനായിട്ട് പോയി. ഞാൻ എൻ്റെ പണിയിലേക്ക് കിടന്നിരുന്നു. അപ്പോൾ ഇന്നലെ മേടിച്ചു കൊണ്ട് വന്നു വെച്ചാൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം ഇനി അതൊരു പാത്രത്തിലേക്ക് ആക്കണം.
ലിസ്റ്റ് കൊടുത്തു വിട്ട സാധനങ്ങളെല്ലാം വീട്ടിലെത്തും. എന്നാൽ ഇതെല്ലാം അടുക്കി പെറുക്കി ഓരോ പാത്രത്തിലേക്ക് വയ്ക്കണ കാര്യമാണ് മടി. അങ്ങനെ ദേ എല്ലാം ഓരോ പാത്രത്തിലേക്കും മാറ്റി. അപ്പോൾ നമ്മുടെ അടുക്കും പെറുക്കും ഒക്കെ കഴിഞ്ഞു. എല്ലാം ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്തേക്ക് എടുത്തു വച്ചു. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അടിച്ച് വാരി ഒന്ന് തുടയ്ക്കണം. അതൊന്നും വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കൂടെ കാണിക്കുമ്പോഴത്തേനും വീഡിയോ വളരെ വലുതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാം അവിടെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടു. എന്നിട്ട് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വന്നപ്പോഴത്തേനും സമയം 12:30 ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് തുണി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മിഷ്യത്തിലിടുള്ളൂ. കുറച്ചേ ഉള്ളൂവെങ്കിൽ കല്ലേട്ട് തന്നെ അലക്കിയെടുക്കും. ഇന്ന് കല്ലേട്ടാണ് അലക്കിയത്. അപ്പോൾ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.